ജയസൂര്യനെ നായകനാക്കി ഗുഡ് വിൽ എന്റർടൈൻ ഒരുക്കുന്ന ചിത്രമാണ് ഓപ്പറേഷൻ ദ്രാൽ. സംഗീത സംവിധായകൻ രതീഷ് വേഗയാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത്. ജമ്മു കാശ്മീരിലെ ത്രാലിൽ ഇന്ത്യൻ സൈന്യവും തീവ്രവാദികളുമായി നടന്ന ഏറ്റുമുട്ടൽ പ്രമേയമായ സിനിമ എത്തുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ത്രാലിലെ ഏറ്റുമുട്ടൽ മുഖം നഷ്ടപ്പെട്ട ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി നാരായണായാണോ ജയസൂര്യ എത്തുന്നു എന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകരും. എന്തായിരുന്നു ഓപ്പറേഷൻ താൾ? ആരായിരുന്നു ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജകൃഷ്ണൻ നായർ? കേണൽ ഋഷി രാജലക്ഷ്മി നായർ. രാജ്യത്തിന്റെ മുഖം രക്ഷിക്കാൻ സ്വന്തം മുഖം ബലികൊടുത്തവനാണ് മലയാളിയായ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി നായർ. വയനാട് ദുരന്ത സമയത്ത് മുഖത്ത് ഒരു കറുത്ത മാസ്ക് ധരിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയ ആ പട്ടാളക്കാരനെ മലയാളികൾ മറന്നിട്ടുണ്ടാകില്ല. 2017 മാർച്ചിൽ പുൽവാമ ത്രാലിൽ നടന്ന ഒരു ഭീകരവിരുദ്ധ ഓപ്പറേഷനിലാണ് അദ്ദേഹത്തിന്റെ തന്റെ മുഖം നഷ്ടപ്പെട്ടത്. ത്രാലിലെ ഒരു മരപ്പണിക്കാരന്റെ വീട്ടിൽ തീവ്രവാദികൾ കയറിപ്പറ്റിയിട്ടുണ്ട് എന്ന വാർത്ത മേലുദ്യോഗസ്ഥരിൽ നിന്നാണ് ഋഷിക്ക് ലഭിക്കുന്നത്. ആ വീടിനുള്ളിലേക്ക് സൈനികർ കടന്നു ചെന്ന മരണ ഉറപ്പ്. പല രീതിയിൽ തീവ്രവാദികളെ പുറത്തിറക്കാൻ ലോക്കൽ പോലീസിന്റെ സഹായത്തോടെ ഋഷിയുടെ നേതൃത്വ സൈനിക സംഘം ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. അവസാനം വീടിനുള്ളിൽ സ്ഫോടക വസ്തു സ്ഥാപിച്ച് ബ്ലാസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തെത്തി. സ്ഫോടക വസ്തുമായി ഋഷി വീടിനുള്ളിൽ കയറിയപ്പോഴാണ് അത് സ്ഥാപിക്കുന്നത്. സ്ഫോടക വസ്തു സ്ഥാപിക്കാൻ അദ്ദേഹം കിൽ സോണിലേക്ക് നീങ്ങിയപ്പോൾ 3 വെടിയുണ്ടകൾ ഋഷിക്ക് നേരെ പാഞ്ഞെത്തി. ഒന്ന് ഹെൽമറ്റിൽ തുളച്ചുകയറി, ഒന്ന് മൂക്ക് കീറി, ഒന്ന് താടിയിൽ തകർത്തു. രക്തം ഒഴുകി, മുഖം തകർന്നു, ശബ്ദം നഷ്ടപ്പെട്ടു. എന്നിട്ടും അദ്ദേഹം പോരാട്ടത്തിൽ നിന്ന് പിന്മാറിയില്ല. സാരമായ പരിക്കുകളും സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലും ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം ഓപ്പറേഷൻ തുടർന്നു. തന്റെ കീഴിലുള്ള എല്ലാ സൈനികരും സുരക്ഷിതരാകുന്നതുവരെ അദ്ദേഹം പോരാട്ടം അവസാനിപ്പിച്ചില്ല. പക്ഷേ അദ്ദേഹം ഓപ്പറേഷൻ ത്രാലിന് നൽകിയ വില വലുതായിരുന്നു. 28 ശസ്ത്രക്രിയകളാണ് അദ്ദേഹത്തിന് വിധേയനായത്. ലോഹ പ്ലേറ്റുകൾ അദ്ദേഹത്തിന്റെ മുഖം പുനർനിർമ്മിക്കുകയാണ് ചെയ്തത്. സാധാഗതിയിൽ സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. ഇനി ഒരിക്കലും പഴയതുപോലെ ആകില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. പക്ഷേ ആ വിധി അംഗീകരിക്കാൻ ഋഷി ഒരിക്കലും തയ്യാറായില്ല. തനിക്ക് ഇതുവരെയുള്ള സേവനത്തിനുള്ള മെഡലല്ല വേണ്ടതെന്നും രാജ്യത്തെ സേവിക്കാൻ തിരിച്ചു വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വേദനാജനകമായ ദിവസങ്ങളിലൂടെ കടന്നുപോയ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ രാജ്യസേവനത്തിനായി സേനയിലേക്ക് തിരിച്ചെത്തി. അന്നു മുതൽ ഒരു കറുത്ത മുഖം മൂടി അദ്ദേഹത്തിന്റെ മുഖത്ത് മറയാക്കി. തന്റെ കുറവുകളെ പുറത്ത് കാണിക്കാതെ കഴിവുകൾ പുറത്ത് കാണിക്കുന്നതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേ മുഖംമൂടിയിൽ അദ്ദേഹത്തെ നമുക്ക് കാശ്മീർ ഭീകരവിരുദ്ധ ദൗത്യങ്ങൾ മുതൽ കേരളത്തിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ വരെ കാണാൻ സാധിച്ചു.